Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മാഞ്ഞാലിത്തോട്ടിൽ ജലനിരപ്പ് ഉയർന്നത് അങ്കമാലി നഗരസഭയിലെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കി. നഗരസഭ 30-ാം വാർഡിൽ പീച്ചാനിക്കാട് തുരുത്ത് റോഡ് 30 കുടുംബങ്ങളുടെ സഞ്ചാരമാർഗമാണ്. ഈ റോഡ് വെള്ളക്കെട്ടിൽ അമർന്നു. പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറഞ്ഞപ്പോൾ അങ്കമാലി മാഞ്ഞാലിത്തോട്ടിൽ വെള്ളം കയറുന്നു. അങ്ങാടിക്കടവ് പാലത്തിന്റെ അടിഭാഗം മുതൽ മാഞ്ഞാലിത്തോട്ടിലെ ഉയർന്ന ജലനിരപ്പ് ദൃശ്യമാകും. അങ്ങാടിക്കടവ് അജന്ത ലൈബ്രറിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറി. നഗരസഭ 30-ാം വാർഡിലെ പീച്ചാനിക്കാട് തുരുത്ത് റോഡും വെള്ളത്തിനടിയിലാണ്. 40ഓളം വീടുകളിലേക്കുള്ള ഒരേ ഒരു സഞ്ചാര മാർഗമാണ് ഈ റോഡ്. ചൊവ്വാഴ്ച രാത്രി മുതലാണ് മാഞ്ഞാലിത്തോട്ടിൽ നിന്ന് തുരുത്ത് ഭാഗത്തേക്ക് വെള്ളം ഇരച്ചു കയറിയത്. ബുധനാഴ്ച രാവിലെ ടാർ ചെയ്ത റോഡിൽ മുട്ടറ്റം വെള്ളമെത്തി. റോഡിന്റെ 2 വശങ്ങളിലും വർഷങ്ങളായി തരിശുകിടക്കുന്ന പാടശേഖരം വെള്ളത്തിനടിയിലാണ്. വെള്ളം ഇനിയും ഉയർന്നാൽ ഇതുവഴിയുള്ള സഞ്ചാരത്തിന് കടത്തുവഞ്ചിയെ ആശ്രയിക്കേണ്ടി വരും. എല്ലാ വർഷവും കാലവർഷക്കാലത്ത് പലവട്ടം തുരുത്ത് റോഡ് വെള്ളത്തിൽ മുങ്ങാറുണ്ട്. നിലവിലെ അവസ്ഥയിൽ നിന്ന് റോഡ് ഉയർത്തി നിർമ്മിക്കലാണ് പ്രശ്നത്തിനുള്ള ഏക പരിഹാരം. എന്നാൽ പലവട്ടം നഗരസഭ അധികാരികൾക്ക് മുൻപിലും ഗ്രാമസഭകളിലുമെല്ലാം ഈ ആവശ്യം ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസിയായ ജോസ് പറയുന്നു. ഇവിടെ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഇവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. എല്ലാ വർഷവും വെള്ളം കയറും. ഇവിടെ ഈ റോഡ് പൊക്കണ കാര്യം പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഗ്രാമസഭകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. മിക്കവാറും എല്ലാ വർഷവും വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ലാഞ്ചന വന്നു കഴിഞ്ഞാൽ ആദ്യം വെള്ളം കയറുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാര്യമായ രീതിയിൽ നമ്മുടെ നഗരസഭയോ അല്ലെങ്കിൽ PWD ഡിപ്പാർട്ട്മെൻറ്റോ അത് ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇനിയിപ്പോൾ വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചി ഇറക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. മിക്കവാറും ഈ കണ്ടീഷൻ പോവുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ വഞ്ചിയൊക്കെ ഇറക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് ഒരു നല്ല നടപടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥന. വെള്ളത്തോടൊപ്പം പാമ്പുകളും അട്ടയുമെല്ലാം കയറി വരുന്നതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കുകയാണ്. വർഷം തോറും തുടർച്ചയായി അനുഭവിക്കുന്ന വെള്ളക്കെട്ട് ദുരിതം നാട്ടുകാർക്ക് ഒരു ശീലമായി മാറിക്കഴിഞ്ഞു. ഉയരം കൂട്ടിയുള്ള റോഡ് നിർമ്മാണം ആവശ്യമാണെങ്കിലും അത് നടപ്പാകുമെന്ന് പ്രതീക്ഷയില്ലെന്ന് നാട്ടുകാരനായ മത്തായി പറയുന്നു. ഇവിടെ ഇപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആ 2 വലിയ വെള്ളപ്പൊക്കത്തിന് ഇവിടെ ഈ വെള്ളം കയറി ഇത് തന്നെ മുമ്പ് കുരുത്തം പോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൗൺസിലർമാർ മറ്റുള്ള പലരും വന്നപ്പോഴേക്കും ഒരു വഞ്ചിയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളെ ആ കടിക്കൊണ്ടുപോയി പല പള്ളികളിൽ അവിടെ ഇതായിട്ട് കഴിഞ്ഞ പിന്നെ അത്രയും വെള്ളം വന്നില്ല. ഇതാണ് ഇതുവരെ വന്നെങ്കിലും വെള്ളം കയറിയിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് റോഡും പിടിയും. പിന്നെ ഇന്നിപ്പോൾ കാലത്ത് അവിടെ കൗൺസിലർമാരും പലരും വന്നുള്ളത്, രാഷ്ട്രീയക്കാർ പലരായിട്ടും അന്നപ്പോൾ വെള്ളത്തിൻ്റെ ഒരു തീരുമാനം വെച്ച് ഇവിടെ പഴയ ഒരു വഞ്ചി ഇവിടെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും പെസക് വന്നാൽ അവർ ആ വഞ്ചി ഇറക്കി അങ്ങും ഇങ്ങും കടത്താം എന്നുള്ള അഭിപ്രായം ഇട്ട് പോയിക്കോളും. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം കൂടിയാലും കുറഞ്ഞാലും അങ്ങനെ അവരെ അറിയിക്കണമെന്നുള്ള ഓർഡർ ഉണ്ട്. അപ്പോൾ കാലത്തെ നിലപാട് തന്നെ ഇപ്പോഴും വെള്ളം കൂടുതൽ കയറ്റോ ഇറക്കോ ഇല്ലാത്ത കണ്ടീഷനിൽ നിൽക്കും. എത്ര വീട്ടുകാരുണ്ട് ഇവിടെ? 10-40 വീടുകൾ ഇപ്പോൾ ഉണ്ട്. അതിൽ ഹിന്ദുക്കളും നല്ല എല്ലാ ഇതുണ്ട്, മുസ്ലിം മാത്രമേ ഇല്ലുള്ളൂ, ബാക്കിയെല്ലാം ആ വീടുകളിലേക്ക് ഇതേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതെ ഈ ഒറ്റ വഴി. ഇതിനിപ്പോൾ എന്തോ ഒരു പോംവഴി, ഇത് റോഡ് ഉയർത്തി നിർമ്മിക്കണം, അതൊന്നും തൽക്കാലം നടക്കുന്ന കേസുകളില്ല. ഇനിയിപ്പോൾ ഇത് എടുക്കണമെങ്കിൽ അന്യൻ്റെ തലങ്ങളൊക്കെ എടുത്ത് ഇതൊന്നും തൽക്കാലം നടക്കില്ല. പറഞ്ഞാൽ തന്നെ ചെയ്യാമെന്നൊക്കെ പറയും, മറ്റേ അല്ലാണ്ട് നടക്കലുണ്ടാവില്ല. ഇതിപ്പോൾ എത്ര കോല് പൊക്കോണ്ടെന്നറിയാമോ? അവർ 3 എഴുച്ചേട്ടി പണികളാണ് ഈ റോഡിൽ ഇപ്പോൾ നടന്നേക്കണേ. കെട്ടുമെട്ട് കെട്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പോയിൻ്റെ അടുക്കൽ വീതി കൂട്ടണമെങ്കിൽ അടിയൊന്നുകൂടി കെട്ടിപ്പറേണ്ട ഒരു സംവിധാനം വരും. അത് സർക്കാരിൽ നടക്കണ ഒരു ലക്ഷണങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ പിന്നെ പണ്ട് ഇപ്പോൾ ഈ കാണാവുന്നതല്ലേ. പകൽ സമയത്ത് മുട്ടറ്റം വെള്ളത്തിൽ നീന്തിയെങ്കിലും റോഡിലൂടെ നടന്നു പോകാം. രാത്രിയായാൽ യാത്ര ദുഷ്കരമാകും. അടുത്തുള്ള ഐക്കാട്ടുകടവ് ഭാഗത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. നിരാലംബരായവർക്ക് അഭയകേന്ദ്രമൊരുക്കുന്ന അമലാഭവനിലേക്കുള്ള വഴിയും വെള്ളത്തിനടിയിലായി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്.
70 വർഷത്തെ പാരമ്പര്യല്ലേ? MV Jacko Jewelers, Angamali.